അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന. ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാ വീഡിയോസിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് എൻ്റെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ചക്ക കൂട്ടാൻ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ചക്ക ഇടുന്നത് മുതൽ കൂട്ടാൻ ഉണ്ടാക്കുന്ന വരെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചക്ക ഇടുകയാണ് കേട്ടോ. ഞാനാണ് ചക്ക ഇടുന്നത്. ഏണിയൊക്കെ വെച്ച് കിട്ടി ഒരു ചക്കയുടെ അത്ര നല്ലൊരു ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ചക്ക തന്നെയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഉമ്മ ഇത് കൊത്തി മുറിച്ചെടുത്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ ടാസ്ക് ചുള അതിൽ നിന്ന് വേർപ്പെടുത്തുന്ന പണി അത് എനിക്കാണ് കേട്ടോ. ഞാനാണ് ഇങ്ങനെ ഒരു ചക്കക്കൂട്ട ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ ആ പണി കിട്ടി. അപ്പം ഞാൻ അധികം ഈ പണി ചെയ്യാറില്ല പൊതുവേ. ഇങ്ങനത്തെ പരിപാടി ഫുഡ് കഴിക്കാൻ നേരത്തെ പോയി കഴിക്കുന്നല്ലാതെ ഇങ്ങനത്തെ ടാസ്ക്കൊന്നും ഞാൻ എടുക്കാറില്ല. പക്ഷേ കുറച്ച് ടാസ്ക് തന്നെയാണ് നമുക്കറിയാം ചക്കച്ചോളം എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അനിയത്തി ഉണ്ട് കേട്ടോ, അടുത്തിങ്ങനെ കണ്ടു നിൽക്കാൻ അവളും ഉണ്ട്, മോളും എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എണ്ണയൊക്കെ കയ്യിലൊക്കെ പുരട്ടി ഓരോ ചക്ക വിതെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഴഞ്ചക്കയാണ് കേട്ടോ. മലപ്പുറം ഞങ്ങളെ ഭാഗത്തൊക്കെ പഴഞ്ചക്ക എന്ന് പറഞ്ഞാൽ നല്ല മധുരം എന്നുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാൻ വെക്കാൻ ഇടത്തരം മൂത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ടാസ്കിലൂടെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് ഒരു വിധം ഞാൻ എല്ലാതും ചുളയും എടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മളെ കത്തിക്കാണെങ്കിൽ തീരെ മൂർച്ചയില്ല. അപ്പോൾ ആ കത്തി ഉപയോഗിച്ചിട്ട് എൻ്റെ ബലത്തിലാണ് എനിക്ക് തോന്നുന്നത് ചക്കേൻ്റെ ഓരോ ചുളകൾ ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഓരോ ചൊക്ക എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോളുണ്ട്. അപ്പം മോൾക്ക് ഉമ്മ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ കണ്ടിരിക്കുന്നുണ്ട്. കാരണം അവൾ ഇങ്ങനത്തെ പണികളൊന്നും കാണാത്തതാണ്. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഇതെന്താ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഉമ്മ പണി എടുക്കല്ലേ. അപ്പോൾ എന്താപ്പോൾ അവൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് എന്താപ്പോൾ ചെയ്യണേന്ന് വെച്ചിട്ട്. അപ്പോൾ അത് അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആശ്ചര്യത്തോടെ. അതൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം പുറത്തിരിങ്ങി നമ്മളിങ്ങനത്തെ പണിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല രസമാവും. കാരണം അപ്പോൾ ചക്ക വേണോ വെച്ചിട്ട് ഞാൻ ചോക്കള കൊടുത്തപ്പോൾ ആദ്യം ഒന്ന് വാങ്ങി കേട്ടോ. പിന്നെ എനിക്ക് തന്നെ തന്നു. എന്താ അവൾക്ക് ഇഷ്ടമായിട്ടില്ല. അവൾ കൈ ഇട്ട കേട്ടോ. അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളും തന്നെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വിധം നമ്മളെ ചക്കയെല്ലാം ചുളയെടുത്തിട്ട് ഞാൻ ചക്കയുടെ സംഭവങ്ങളും തൊലിയും ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി അതെല്ലാം തൊടിയിൽ കൊണ്ടുപോയിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചക്ക ചുള എടുത്തപ്പോൾ തന്നെ ഒരുവിധം ഞാൻ കുഴങ്ങി. അപ്പം ഉമ്മ ചക്കച്ചുളയെല്ലാം നന്നായിട്ട് അരിഞ്ഞ് നല്ല പാകത്തിൽ അരിഞ്ഞ് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ചക്ക ഞങ്ങളെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യലാട്ടോ. മലപ്പുറം സ്റ്റൈൽ ഉമ്മച്ചിൻ്റെ ചക്ക കൂട്ടാനാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടോ മാങ്ങ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെ മാവിൽ തന്നെ ഉണ്ടായ മാങ്ങ നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കേൻ്റെ ചുളകളെല്ലാം അരിഞ്ഞ് കുനുകുനാന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസിൽ ഉമ്മച്ചി തന്നെ അരിഞ്ഞ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വെക്കുകയാണ് കേട്ടോ. നമുക്ക് ചക്ക വേവാനിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കുകയാണ്, അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വീണ്ടും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇത് ടേസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക. ഇതൊക്കെ ഞാൻ അളവൊന്നും പറയുന്നില്ല, അതൊക്കെ ഉമ്മ കൈ കൊണ്ടാണ് ഇടാറുള്ളത്. ആ അളവ് ഉമ്മക്കറിയാമല്ലോ. അപ്പോൾ നമുക്കറിയാണ്ടാവുമല്ലോ, നമ്മൾ കുക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം ഏകദേശം അളവ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഞങ്ങളൊരു വീഡിയോ എടുത്തു അങ്ങനെയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് 2-3 പച്ചമുളക്, നല്ല പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിൽ ഇത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ 2-3 വിസിൽ അടിച്ചാൽ മതി. അത് നമ്മുടെ ചക്ക എടുക്കുന്ന ചക്കയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ഇത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുക്കറിലൊക്കെ അടച്ച് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഉമ്മ കുറച്ച് ചക്കയുടെ കൂര ഉണ്ടാവുമല്ലോ, കറിക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ ഒരു തേങ്ങ പൊട്ടിച്ച് വിടുന്നുണ്ട്. തേങ്ങ അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ വേഗം പൊട്ടിച്ച് ഓടിപ്പോയി. എനിക്ക് തേങ്ങ വെള്ളം വേണം, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ തേങ്ങ വെള്ളം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലടിക്കാനുള്ള പരിപാടിയാണത്. ഇപ്പോൾ വിസിലടിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുപ്പിൽ വിസിലടിച്ചിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങയും ചെറിയ തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചീരുള്ളി, ഞങ്ങളുടെ നാട്ടിലെ മലപ്പുറത്തൊക്കെ ചീരുള്ളി എന്നാണ് പറയുക. എനിക്ക് തോന്നുന്നു ചെറിയ ഉള്ളിയും അല്പം പെരിഞ്ചീരകവും ചേർത്തിട്ട്
നമ്മളെ മിക്സിയിലെടുത്തിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് നന്നായിട്ട് കുറുങ്ങനെ അരേണ്ട ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, എന്നാലേ എല്ലാ അരവും വേണം കരുതിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, അരച്ചെടുക്കുകയാണ്. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളെ കുക്കറിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ട് അപ്പോൾ നമ്മൾ കൂട്ടാൻ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് ഉമ്മ ഇന്നെ ഒരുപാട് ചീത്ത അറിയുന്നുണ്ട് കേട്ടോ, നിൻ്റെ ഒരു വീഡിയോ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കോമഡിയാണ്. അപ്പോൾ അത് ഈ അരപ്പ് അതുപോലെ തന്നെ നമ്മളെ കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂട്ടാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വലിയ പരിപാടിയൊന്നുമില്ല, ഇനി വറവിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം കുറേ വീഡിയോസ് ഇപ്പോൾ എടുക്കാൻ സമ്മതിക്കില്ല, കാരണം നല്ല അടുപ്പത്താണ്, ആവി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളമ്മമാർക്കറിയാം, നമ്മളെ കിച്ചണിൻ്റെ ഉമ്മക്ക് ഇഷ്ടമല്ല, ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമല്ല. എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അതേസമയം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചൂടാകുമ്പോൾ ഞാൻ കാണിക്കുന്നത്, ഇവിടെ ഇപ്പോഴത്തെ മാന്തൽ മീൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം, മാന്തൽ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ റെഡിയായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി വരുമ്പോൾ നമ്മൾ കൂട്ടാനിലേക്ക് ചേർത്തിട്ട് ഞാൻ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിൽ സൈഡിൽ നിങ്ങൾ മാന്തൽ മീൻ കാണുന്നുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ മാന്തൽ എന്നാണ് ഇതിന് പറയുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, രണ്ട് കോംബോ, ചക്കക്കൂട്ടാനും മാന്തൽ മീനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനൊരു പാചക രീതിയിൽ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ, അങ്ങനെ അളവും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.